بسم الله الرحمن الرحيم وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد وقال قرينه هذا ما لدي عتيد ألقيا في جهنم كل كفار عنيد مناع للخير معتد مريب الذي جعل مع السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിന്റെ പേരിൽ ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. ഇന്ന് സന്ദർഭോചിതമായുള്ള ഒരു ഉത്ബോധനവും അനുസ്മരണവുമാണ് നമ്മളൊരു ഖുത്ബയായി ഇവിടെ ശ്രവിച്ചത്. ആളുകൾ ഈ പ്രവാസത്തിൻ്റെ സൗദി അറേബ്യയിലെ ജീവിതത്തിൽ പലരും ഒരു പരിഭ്രമത്തിലാണ്, ചിലർ നെട്ടോട്ടത്തിലാണ്, ചിലർ തികഞ്ഞ അങ്കലാപ്പിലും വേവലാതിയിലുമാണ്, മറ്റു ചിലർ ഭാവിയെക്കുറിച്ചുള്ള ആകുലതയിലാണ്. ആളുകൾ തങ്ങളുടെ ജോലികളും സ്ഥിതികളും ശരിപ്പെടുത്തുന്നതിന്, തരപ്പെടുത്തുന്നതിന് പലരെയും ചെന്ന് കണ്ടും പലരെയും കൂട്ടുപിടിച്ചും ശുപാർശകരായി അന്വേഷിച്ചും പലവിധ പ്രവർത്തനങ്ങളിലാണ്. ജവാസാത്ത് സജീവമാണ്. അതേപോലെ മക്തബുൽ അമൽ സജീവമാണ്. ഈ സജീവത പ്രവാസികൾക്ക് വേണ്ടി
താൽക്കാലികമായി ഉള്ള ഒരു സജീവതയാണ്. ആളുകൾ അവരുടെ ജോലിയും അതേപോലെ നിയമപരമായിട്ടുള്ളതായ പല പ്രശ്നങ്ങളും ശരിപ്പെടുത്തി ഒരു സുസ്ഥിതിക്ക് വേണ്ടിയാണ്. ആളുകളുടെ അവസ്ഥകളും വിശേഷണങ്ങളും ഈ വിഷയത്തിൽ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞറിയിക്കേണ്ടതില്ലാത്ത വിധം എല്ലാവർക്കും അനുഭവമായിട്ടുള്ള ഒരു വിഷയമാണ്. എങ്കിലും ഒരു വിഷയത്തിൻ്റെ ഒരു ആമുഖം ഖതീബ് ഉണർത്തിയതിൽ അതിൽ ചില ഭാഗങ്ങൾ കേൾപ്പിച്ചു എന്ന് മാത്രം. എന്തുകൊണ്ടാണ് മനുഷ്യർ ഈ വിധം ആകുലതയിൽ, പ്രശ്നങ്ങളിൽ, അങ്കലാപ്പിൽ ഓടി നടക്കുന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യന്മാർക്ക് ഈ ഒരു വിഭ്രാന്തി? എന്തിനെയാണ് മനുഷ്യർ ഭയക്കുന്നത്? മനുഷ്യന്മാരുടെ ഈ സജീവതയ്ക്ക് പിന്നിൽ എന്താണുള്ളത്? ഈ ഭൗതിക ജീവിതത്തിലെ അവരുടെ താൽക്കാലിക ഭാവിയും അതിലെ ജോലിയും അതിലെ ഉപജീവനവും അത് ചിട്ടപ്പെടുത്തുന്നതിന്, ക്രമപ്പെടുത്തുന്നതിന് ഉള്ള പരക്കം പാച്ചിലാണ് ഇതൊക്കെ. രാജവാഴ്ചയുടെ കൃപയിൽ പ്രവാസിക്കരുളപ്പെട്ട ഒരു ഇടവേളയുണ്ട്, ഒരു കാലപരിധിയുണ്ട്. ആ കാലപരിധിക്കുള്ളിൽ തങ്ങളുടെ ക്രമക്കേടുകളെ ക്രമപ്പെടുത്തി ശരിപ്പെടുത്തി വ്യവസ്ഥക്ക് പുറത്തുള്ള തങ്ങളുടെ പെരുമാറ്റങ്ങളെ വ്യവസ്ഥക്കുള്ളിലാക്കി കാലപരിധി കഴിഞ്ഞാൽ രാജവാഴ്ചയുടെ കനിവിൻ്റെ കാലം കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ചെക്കിങ്ങുകൾ, തെരച്ചിലുകൾ, അതിൽ രക്ഷപ്പെടാനും അങ്ങനെ തൻ്റെ ഭാവിയെ സുരക്ഷിതമാക്കുവാനും രക്ഷപ്പെടുത്തുവാനുമാണ് മനുഷ്യരുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം. എത്രമാത്രം സാഹസങ്ങളിലാണ് പല മനുഷ്യരുമുള്ളത്! എത്രമാത്രം ആളുകൾ ഈ വിഷയത്തിൽ പാടുപെടുന്നു! പലരും പരസ്പരം ഗുണദോഷിക്കുകയും ഉപദേശിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഒരാളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, അയാളുടെ ഭാവി അത് ശരിപ്പെടുന്നതിന് വേണ്ടി. ഈ ഒരു സാഹചര്യം ഇത് നമ്മളെ കണ്ണു തുറപ്പിക്കേണ്ട, നമ്മളുടെ ചിന്തയെ തുറപ്പിക്കേണ്ടതായ ഒരു സാഹചര്യമാണ്. താൽക്കാലികമായിട്ടുള്ള ഒരു ഭാവിക്ക് വേണ്ടി, അതിൻ്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടി, അതിലെ സുഖത്തിന് വേണ്ടി മനുഷ്യന്മാർ ഈ പെടാപ്പാടുപെടുന്നത് കാണുമ്പോൾ ഇതേ മനുഷ്യൻ്റെ മറ്റൊരു മുഖമാണ്, മറ്റൊരവസ്ഥയാണ് ഖതീബ് വളരെ ഗൗരവത്തിൽ ഉണർത്തിയത്. ഇതേ മനുഷ്യൻ തൻ്റെ റബ്ബുമായുള്ള, തൻ്റെ ദീനുമായുള്ള, തൻ്റെ ആദർശവുമായുള്ള, തൻ്റെ ധർമ്മ ജീവിതവുമായുള്ള അയാളുടെ ക്രമക്കേടുകൾ എത്രമാത്രമാണ്! എത്ര അന്യായങ്ങളും എത്ര അക്രമങ്ങളുമാണ് അയാളിൽ നിന്ന് വന്നു പോയിട്ടുള്ളത്! റബ്ബിനോടുള്ള ബന്ധത്തിൽ, പടപ്പുകളോടുള്ള ബന്ധത്തിൽ അയാൾ കാണിച്ചതായ ക്രമക്കേടുകൾ, അപകടങ്ങൾ അതെത്രയാണ്! കാലങ്ങളായി ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നതായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും എത്രയാണ്! മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ക്രമക്കേടുകളെയും തെറ്റുകുറ്റങ്ങളെയും അക്രമകരമായ ജീവിതത്തെയും ക്രമപ്പെടുത്തുവാനും ശരിപ്പെടുത്തുവാനും ഒരു ഇടവേളയും കാലതാമസവും അനുവദിച്ചിട്ടുണ്ട്. ആ കാലതാമസത്തിന് ഇപ്പുറമാണ് അവനെ ശരിപ്പെടുത്തേണ്ടത്, അവനെ നന്നാക്കേണ്ടത്,
അവന്റെ കൃത്യവിലോപങ്ങളെ അവൻ കൃത്യമാക്കി ശരിയാക്കി അവൻ അതിനെ കൊണ്ടു നടക്കേണ്ടത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അനുവദിച്ച അരുളിയ കാലപരിധി കഴിഞ്ഞാൽ പിന്നീട് അവിടെ വിചാരണയാണ്. അവിടെ ക്രമക്കേട് ശരിപ്പെടുത്തുവാൻ, തെറ്റുകുറ്റങ്ങളിൽ പശ്ചാത്തപിക്കുവാൻ, പോരായ്മകളെ നികത്തുവാൻ പിന്നീട് അവിടെ സാഹചര്യങ്ങളോ അവസരങ്ങളോ ഇല്ല. അള്ളാഹു നിശ്ചയിച്ച കാലപരിധി, അതിനപ്പുറം പിന്നീട് മനുഷ്യന് ഇത് ശരിയാക്കുവാനുള്ള ഒരു മടക്കമോ അവരെ ശരിപ്പെടുത്തുവാനുള്ള ആളുകളുടെ ശ്രമങ്ങളോ ഒരിക്കലും അത് സ്വീകരിക്കപ്പെടുന്നതും അല്ല. അള്ളാഹുവിനുള്ള ഇബാദത്തിൽ മനുഷ്യരിൽ പലരും തികഞ്ഞ ക്രമക്കേടിലും തികഞ്ഞ അന്യായങ്ങളിലുമാണ്. നിയമവിരുദ്ധമായ പ്രയാണത്തിലാണ് ആരാധനകളുടെ വിഷയത്തിൽ വരെ മനുഷ്യർ. അള്ളാഹു അല്ലാത്തവരോട് ദുആയിരക്കുന്നവർ, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ സമർപ്പിക്കുന്നവർ, ഷിർക്കിൽ ജീവിതം കഴിച്ചുകൂട്ടുന്നവർ, കുഫറിൽ ജീവിതം കഴിച്ചുകൂട്ടുന്നവർ, ഷിർക്കിന്റെയും കുഫറിന്റെയും വിവിധ മുഖങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ ആളായി ഈ ദുനിയാവിൽ കഴിച്ചുകൂട്ടുന്ന എത്ര മനുഷ്യന്മാർ ശുദ്ധ പ്രകൃതിയെ കേടാക്കി അള്ളാഹു നൽകിയ നേർജീവിതത്തെ വക്രീകരിച്ച് ആദർശത്തിലും അഖീദയിലും വരെ പരാജിതരായി അന്യായം പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്നവർ എത്ര മനുഷ്യരുണ്ട്. അള്ളാഹുവിനെ മാത്രം ഇബാദത്തെടുക്കുക എന്നതിൽ പരാജിതരായവർ. 5 വഖ്ത് നമസ്കാരങ്ങൾ അള്ളാഹു സമയബന്ധിത ഫർളാക്കി നിശ്ചയിച്ചതാണ്. ഈ 5 വഖ്ത് നമസ്കാരങ്ങളിൽ വീഴ്ച വരുത്തിയവർ, നമസ്കരിക്കാത്തവർ, നമസ്കാരം കൃത്യമാക്കാത്തവർ, ജമാഅത്ത് നമസ്കാരം ഉപേക്ഷിക്കുന്നവർ, തോന്നുമ്പോൾ നമസ്കരിക്കുന്നവർ, ഇങ്ങനെ നിയമവിരുദ്ധരായി അക്രമികളായി നമസ്കാരത്തിന്റെ വിഷയത്തിൽ വരെ അള്ളാഹുവിനോടുള്ള അലാഖത്തിൽ ബന്ധത്തിൽ വരെ ഈ ദുനിയാവിൽ കഴിച്ചുകൂട്ടുന്ന എത്ര മനുഷ്യന്മാർ. മാതാപിതാക്കളോട് ധിക്കാരം പ്രവർത്തിക്കുന്നവർ, അന്യായം പ്രവർത്തിക്കുന്നവർ, തെറ്റിപ്പിണങ്ങി നടക്കുന്നവർ, അവർക്ക് വേണ്ടി ദുആ ഇരക്കാത്തവർ, ഇങ്ങനെ നിയമവിരുദ്ധരായി അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ, അയൽപക്കങ്ങളോട് അന്യായമായി പെരുമാറുന്നവർ, കൂട്ടുകുടുംബാദികളോട് ബന്ധം മുറിച്ച് തെറ്റി അകന്ന് കഴിയുന്നവർ, അതേപോലെ മനുഷ്യരോട് ഇടപഴകുന്നതിൽ പെരുമാറ്റം മോശമാക്കിയവർ, നിയമവിരുദ്ധർ, സാമ്പത്തികമായ ഇടപാടുകളിൽ അന്യായം പ്രവർത്തിക്കുന്നവർ, അക്രമം കാണിക്കുന്നവർ, തനിക്കാക്കുവാൻ എന്ത് നെറികേടുകളും ചെയ്ത് എന്ത് അന്യായങ്ങളും പ്രവർത്തിച്ച് നിയമവിരുദ്ധരായി ജീവിക്കുന്നവർ, ഇങ്ങനെ മനുഷ്യന്മാരുടെ ചെയ്തികൾ, തെറ്റുകുറ്റങ്ങൾ അതെടുത്തു നോക്കുകയാണ് എങ്കിൽ അള്ളാഹു അനുവദിച്ചതായ ഒരു കാലപരിധിയുണ്ട്. അവരുടെ തെറ്റുകൾ അവർ ശരിപ്പെടുത്തുവാൻ, നിയമവിരുദ്ധരായി അവർ ജീവിക്കുന്നതിനെ മാറ്റി തൗബ ചെയ്ത് പാപമോചനം നടത്തി അള്ളാഹുവിന്റെ നിയമത്തിൽ ഒതുങ്ങി ജീവിക്കുവാൻ. പക്ഷേ ഈ അള്ളാഹു അനുവദിച്ച കാലപരിധി അത് എന്ന് തീരും, എന്ന് അവസാനിക്കും എന്നതൊരാൾക്കും അറിയില്ല. മരണം വന്നണഞ്ഞാൽ ആ കാലപരിധി തീരുകയാണ്. അതൊരു വേള അടുത്തായേക്കാം, അത് പിന്നീടൊരു സമയത്തായേക്കാം എന്നുള്ളത് നിശ്ചയമല്ല. പക്ഷേ മനുഷ്യർ അള്ളാഹു അരുളിയതായി ഈ കാലപരിധിയിൽ
തങ്ങളുടെ സ്ഥിതികൾ നന്നാക്കാതെ, അവസ്ഥകൾ നന്നാക്കാതെ, ക്രമവിരുദ്ധരായി, നിയമവിരുദ്ധരായി ജീവിക്കുമ്പോൾ അതൊന്നും നന്നാക്കുവാൻ ആലോചിക്കാതെയാണ് ഈ ഭൂമിയിൽ താൽക്കാലിക ജീവിതത്തിന് വേണ്ടി, താൽക്കാലിക ഉപജീവനത്തിന് വേണ്ടി, തൻ്റെ താൽക്കാലിക സുസ്ഥിരതയ്ക്ക് വേണ്ടി നട്ടോട്ടമോടി പാഞ്ഞ് പാടുപെട്ട് പ്രയാസങ്ങൾ സഹിച്ച് പണം മുടക്കി ദുനിയാവിലെ നിയമത്തിന് കീഴൊതുങ്ങുവാനും നിയമവിരുദ്ധമായ തന്റെ അവസ്ഥകളെ നന്നാക്കുവാനും നടക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് മനുഷ്യർ ഉറ്റാലോചിക്കേണ്ട, വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ? അല്ലാഹു വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, വിശ്വാസികളെ നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം, തൗബ ചെയ്ത് മടങ്ങണം എന്ന അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. ഇത് വിശ്വാസികളെ എല്ലാവരെയും വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. തൗബ ചെയ്ത് മടങ്ങുവാൻ, പശ്ചാത്തപിച്ചു മടങ്ങുവാൻ. തെറ്റുകുറ്റങ്ങൾ പ്രവർത്തിച്ചവർ, പാപങ്ങളിൽ ആളുകളായവർ, അവർ തൗബ ചെയ്യണം. ഇത് അല്ലാഹു അവരെ തെറ്റുകളിൽ നിന്ന് അല്ലാഹുവിലേക്ക് മടക്കി വിളിക്കുകയും തിരിച്ചു വിളിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ നിയമവിരുദ്ധർ, അവർ നിയമത്തിന് വിധേയരായി അല്ലാഹുവിന് മുമ്പിൽ പശ്ചാത്തപിച്ച് ജീവിക്കണം എന്ന് അല്ലാഹു പറയുകയും ഈ തൗബക്കുള്ള സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിശ്ചയിച്ചു നൽകുകയും ചെയ്തു. തൗബ മനുഷ്യരുടെ മരണതീയതി വരെയാണ്. ആ സമയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് അവരുടെ നിയമവിരുദ്ധാവസ്ഥ നന്നാക്കുവാനുള്ള കാലപരിധിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അതിന് മുന്നോടിയായിട്ട് അല്ലാഹു അവരോട് തൗബ ചെയ്യുവാൻ ആവശ്യപ്പെടുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ തെറ്റുകൾ എന്ത്, അവന്റെ കുറ്റങ്ങൾ എന്ത്, അവന്റെ പോരായ്മ എന്ത് എന്ന് അന്വേഷിക്കുവാൻ അവന് ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ ചെന്ന് അത് ചോദിച്ചറിയേണ്ടതില്ല. ഏതെങ്കിലും മേലാളന്മാരെ പിടിച്ച് എന്താണ് ഞാൻ ചെയ്ത തെറ്റ്, ഞാൻ എന്തുകൊണ്ട് നിയമവിരുദ്ധരി എന്നുള്ളത് അന്വേഷിക്കുവാൻ ഒരാളെ സമീപിക്കേണ്ട കാര്യമല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ, മനുഷ്യനെതിരിൽ തെളിവാണ്. താൻ എന്ത് തെറ്റ് ചെയ്തു, തന്റെ കുറ്റം എന്ത്, പാപം എന്ത് എന്നുള്ളത് മനുഷ്യന്, ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് സ്വയം അറിയാൻ കഴിയുന്ന വിഷയമാണ്. കാരണം മനുഷ്യനെതിരിൽ തെളിവാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്റെ തെറ്റുകളെക്കുറിച്ചും കുറ്റങ്ങളെക്കുറിച്ചും ഇയാൾ തന്നെയാണ് അറിയുന്നവൻ. തിരുനബി പറഞ്ഞില്ലേ, അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ് വൽ ഇസ്മു മാ ഹാക ഫീ സദ്രിക് വകരിഹത യത്തലിഅ അലൈഹി നാസ്. തെറ്റുകൾ, കുറ്റങ്ങൾ മനസ്സിലാക്കുവാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മാനദണ്ഡമാണ്, കൃത്യമായ മാനദണ്ഡം. വൽ ഇസ്, എന്താണ് തെറ്റ്, എന്താണ് കുറ്റം, എന്താണ് പാപം? മാ ഹാക ഫീ സദ്രിക്, നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കിയതാണ് തെറ്റ്. ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ അത് നിന്റെ മനസ്സിനെ അസ്വാരസ്യപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ, അത് നിന്റെ മനസ്സിൽ ഒരു ചൊറിച്ചിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ എന്ന് പറഞ്ഞാൽ, ഞാനിത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാനിത് ചെയ്യുകയോ പ്രയാസമാണ്, പാടില്ലാത്തതാണ്. ഇவ்விதം ഒരു മനുഷ്യന്റെ ഒരു മനസ്സിൽ ഒരു വികാരമുണ്ടായി, ഒരു ചൊറിച്ചിലുണ്ടായിട്ട് ഒരു മനുഷ്യൻ ചെയ്തതെന്തോ അതാണ് തെറ്റ്. വകരിഹത അയത്തലി അലൈഹി നാസ്, ജനങ്ങൾ കാണുമെന്ന് നീ നീരസപ്പെട്ടത്, നീ വെറുത്തത്, ജനങ്ങൾ കാണരുത്, ജനങ്ങൾ അറിയരുത്, ജനങ്ങൾ നോക്കരുതെന്ന് വിചാരിച്ച് നീ ചെയ്തത് എന്താണോ അതാണ് തെറ്റ്. അപ്പോൾ നമ്മൾ നിയമവിരുദ്ധരായി ഇവിടെ ജീവിച്ചിട്ടുണ്ട് എങ്കിൽ നിയമവിരുദ്ധരായി ജീവിച്ചതിനെ നമ്മൾ നന്നാക്കണം, നമ്മുടെ അവസ്ഥകളെ നമ്മൾ ശരിയാക്കണം. അതിന് ഞാൻ നിയമവിരുദ്ധമായി ചെയ്തത് എന്താണ്, ഞാൻ ചെയ്ത തെറ്റെന്താണ്, ഇതന്വേഷിക്കുവാൻ ഏതെങ്കിലും കേന്ദ്രങ്ങളെ തേടി നാം പോകേണ്ടതില്ല. ഏതെങ്കിലും ആളുകളെ അന്വേഷിച്ച് എന്റെ തെറ്റെന്താണെന്ന് പറഞ്ഞു തരികയെന്ന് നമ്മൾ ചോദിക്കേണ്ടതുമില്ല. അള്ളാഹുവിന് മുമ്പിൽ നമ്മൾ ചെയ്തതായ തെറ്റുകൾ അതാണ് അന്വേഷിക്കുവാൻ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ നോക്കിയാൽ മതി. എന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാകും വിധം, എന്റെ മനസ്സിൽ ഒരു പ്രയാസമുണ്ടാകും വിധം ഞാൻ ചെയ്തത് എന്താണോ അതാണ് നിയമവിരുദ്ധമായി ഞാൻ ചെയ്തത്, അതാണ് ഞാൻ ശരിയാക്കേണ്ടത്. മറ്റുള്ളവർ കണ്ടാൽ
മോശമാണെന്ന് ഞാൻ എന്റെ വിഷയത്തിൽ വിലയിരുത്തിയത് എന്താണോ, എന്റെ മനസ്സിൽ എനിക്ക് തോന്നലുണ്ടാക്കിയത് എന്താണ്, അങ്ങനെ ഞാൻ എന്താണോ ചെയ്തത് പറഞ്ഞത്, അതാണ് ഞാൻ നിയമവിരുദ്ധമായി ചെയ്തത്. ആ നിയമവിരുദ്ധമായതിനെ നന്നാക്കുവാൻ ഞാൻ എന്നോട് തന്നെ ചോദിച്ചാൽ മതി. നോക്കൂ നിങ്ങൾ, അപ്പോൾ ഓരോരുത്തരും അള്ളാഹുവിന് മുമ്പിൽ നിയമവിരുദ്ധരായി ജീവിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു തങ്ങളുടെ അവസ്ഥകൾ ശരിയാക്കുവാൻ, തങ്ങളുടെ അവസ്ഥകളെ നന്നാക്കുവാൻ, പാപമുക്തരായി പശ്ചാത്തപിക്കുന്നവരായി മനസ്താപമുള്ളവരായി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് അരുളിയതായ കാലപരിധിക്കുള്ളിൽ തന്നോട് തന്നെ തന്റെ തെറ്റുകളെക്കുറിച്ച് ചോദിച്ച് നമുക്ക് നിയമവിധേയരാകുവാനും പശ്ചാത്താപമുള്ളവരാകുവാനും സാധിക്കും എന്നുള്ളതാണ് നമ്മൾ കേട്ടതായ ഉപദേശം. അള്ളാഹു നിശ്ചയിച്ച സമയം അത് അവസാനിക്കുന്ന ആ രംഗം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ നിയമവിരുദ്ധമായ ജീവിതത്തെ നന്നാക്കുവാൻ നമുക്ക് അനുവദിച്ചതായ സമയം, അത് അവസാനിക്കുന്ന സമയം, അത് നമ്മുടെ മരണസമയമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണം രുചിക്കും. ഈ മരണം രുചിക്കുന്ന, മരണം വരിച്ച് മനുഷ്യർ മരണത്തേരിലേറുന്ന നാൾ, അതാണ് നമുക്കുള്ള അവസ്ഥകളെ ശരിയാക്കുവാനും ക്രമക്കേടുകളെ നന്നാക്കുവാനും നമുക്ക് പറയപ്പെട്ടതായ സമയം. ആ സമയം വരുന്നതിന് മുമ്പായി നമ്മൾ നമ്മുടെ തെറ്റുകളെ ശരിപ്പെടുത്തുകയാണ് വേണ്ടത്. നമ്മുടെ കുറ്റങ്ങളെ അതിൽ അള്ളാഹുവിനോട് മാപ്പാക്കി തേടി, പൊറുക്കലിനെ തേടി നമ്മൾ ജീവിതത്തെ വിമലീകരിക്കുകയാണ് വേണ്ടത്. അള്ളാഹു മരണമാണ് നമുക്ക് നിശ്ചയിച്ച നമ്മുടെ അവസ്ഥകളെ നന്നാക്കാനുള്ള അവസാനത്തെ ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, തീയതിയായി പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് അള്ളാഹു ഇതൊരു മാസം നീട്ടിത്തരുമോ, 2 മാസം നീട്ടിത്തരുമോ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു കനിവും ഒരു കൃപയും അത് കുറച്ചുകൂടി നമുക്ക് ഉണ്ടാകുമോ, ഇങ്ങനെ ഒരു പ്രതീക്ഷക്ക് വകുപ്പില്ല. മരണം അത് റബ്ബിന്റെ അലംഘനീയമായ വിളിയാളമാണ്. അത് നിശ്ചയിക്കപ്പെട്ട സമയം ഓരോരുത്തരെയും അത് അഭിമുഖീകരിക്കുന്നതാണ്. അതിനപ്പുറം പിന്നീട് അവസ്ഥകൾ നന്നാക്കുവാനും വിഷയങ്ങളെ ശരിപ്പെടുത്താനും പിന്നെ നമുക്ക് ടൈമില്ല എന്നുള്ളതാണ്. അത് കട്ടായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, യത്ബഉൽ മയ്യിത സലാസ അഹ്ലുഹു വമാലുഹു വഅമലുഹു. യത്ബഉൽ മയ്യിത്, മയ്യത്തിനെ അനുഗമിക്കും, സലാസ 3 കൂട്ടർ. അഹ്ലുഹു, 1 മയ്യത്തിന്റെ ബന്ധുക്കളാണ്, 2 മാലുഹു മയ്യത്തിന്റെ സമ്പത്താണ്, 3 അമലുഹു മയ്യത്തിന്റെ പ്രവൃത്തികളാണ്, കർമ്മങ്ങളാണ്. അപ്പോൾ ഒരാൾ അയാളുടെ ജനാസ മഖബറയിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ 3 കൂട്ടർ കൂടെയുണ്ട്. അയാളുടെ ബന്ധുക്കളും അയാളുടെ സമ്പത്തുക്കളും അയാളുടെ കർമ്മങ്ങളും. എന്താ തിരുനബി പറഞ്ഞത്? ഫയർജിഉ ഉസ്നാൻ, അതിൽ 2 മടങ്ങും, വയബ്ഖ വാഹിദ്, 1 ശേഷിക്കും. ആരാണ് മടങ്ങുക? മടങ്ങൽ അത് കുടുംബവും സമ്പത്തുമാണ്. ആരാണ് ശേഷിക്കുക? ശേഷിക്കുന്നത് കർമ്മമാണ്. അപ്പോൾ മനുഷ്യൻ മരണം വരിച്ച് ഖബർസ്ഥാനിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ മനുഷ്യനോടൊപ്പം അവരുടെ അമലുകളാണ് അനുഗമിക്കുന്നത്. അൽ ഖബർ സുന്ദൂഖുൽ അമൽ, ഖബർ കർമ്മങ്ങൾ നിക്ഷേപിക്കുവാനുള്ള ബോക്സ്, പെട്ടിയാണ്. അതുകൊണ്ട് തന്നെ കർമ്മം മനുഷ്യനോടൊപ്പം ഉണ്ടാകും, കുടുംബവും സമ്പത്തും തിരിച്ചു പോരും. കർമ്മം എന്ന് പറയുമ്പോൾ അതിൽ നല്ല കർമ്മങ്ങളും ചീത്ത കർമ്മങ്ങളും ഒരുപോലെയാണ്. മനുഷ്യൻ ഈ ദുനിയാവിൽ അള്ളാഹു അവന്റെ അവസ്ഥകൾ നന്നാക്കുവാനും നിയമവിരുദ്ധ ജീവിതത്തെ ശരിപ്പെടുത്തുവാനും ക്രമക്കേടുകളെ ക്രമീകൃതമാക്കുവാനും നിശ്ചയിച്ച പരിധി അതവൻ ഖബറിലേക്ക് നയിക്കപ്പെടുന്നതോടുകൂടി തീരുകയാണ്, മരിക്കുന്നതോടുകൂടി അവസാനിക്കുകയാണ്.
ഒരു മനുഷ്യൻ ഇവിടെ വെച്ച് ശരിയാക്കിയാൽ, അവന്റെ ജീവിതത്തെ ക്രമീകരിച്ചാൽ, നിയമവിധേയമാക്കപ്പെട്ട ക്രമീകരിക്കപ്പെട്ട നല്ല കർമ്മമാണ് അവനോടൊപ്പം ഖബറിൽ. ഒരു മനുഷ്യൻ ഈ ഒരു പീരീഡിൽ അവന്റെ അവസ്ഥകളെ നന്നാക്കുവാനും ക്രമരഹിതമായ ജീവിതത്തെ ക്രമീകരിക്കുവാനും അള്ളാഹു അനുവദിച്ചതായി ഈ സമയത്ത് അവന്റെ ജീവിതത്തെ അവൻ ക്രമീകരിച്ചിട്ടില്ല എങ്കിൽ, അവന്റെ ജീവിതത്തെ നിയമവിധേയമാക്കിയിട്ടില്ല എങ്കിൽ, അക്രമകരമായ നിയമവിരുദ്ധമായ അവന്റെ കർമ്മങ്ങൾ, അതാണ് അവനോടൊപ്പം ഖബറിൽ. അത് പിന്നീട് ശരിപ്പെടുത്താൻ അവസരമില്ല, അതിനുള്ള സാഹചര്യം ഇല്ല. മനുഷ്യന്റെ നന്മകൾ മനുഷ്യനോടൊപ്പം ഖബറിൽ, മനുഷ്യന്റെ തിന്മകൾ അത് മനുഷ്യനോടൊപ്പം ഖബറിൽ. അതുകൊണ്ട് സഹോദരന്മാരെ, ഉണർത്തപ്പെടുന്നതും ഉത്ബോധിപ്പിക്കപ്പെടുന്നതും ഈ പുരുഷായുസിൽ നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ നിയമവിരുദ്ധരായി ജീവിച്ചിട്ടുണ്ട് എങ്കിൽ ആ നിയമവിരുദ്ധ ജീവിതത്തെ നമ്മൾ നിയമവിധേയമാക്കുവാൻ വേണ്ടി പണിയെടുക്കണം, അതിന് നമ്മൾ അധ്വാനിക്കണം എന്നുള്ളതാണ്. അതിന് അള്ളാഹു നമുക്ക് അനുവദിച്ചതായി ഈ സമയം അതെപ്പോൾ അവസാനിക്കും എന്നുള്ളത് നമുക്കറിയില്ല. അത് അവസാനിക്കുന്നതിന് മുമ്പ് നമ്മൾ പാടുപെടേണ്ടതുണ്ട്, പ്രയാസപ്പെടേണ്ടതുണ്ട്. ഒരാൾ നിയമവിരുദ്ധമായ ജീവിതത്തെ നന്നാക്കിയിട്ടില്ല എങ്കിൽ അയാൾ മരണത്തിലൂടെ അന്ത്യനാളിലേക്ക് യാത്രയായാൽ അവന്റെ അമലുകൾ അത് ഖബറിൽ അടക്കപ്പെടും. പിന്നീട് അത് അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കുകയും മനുഷ്യനോടൊപ്പം അത് ആഖിറത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട് അത് മനുഷ്യനോടൊപ്പം ആഖിറത്തിലേക്ക് വിചാരണയുടെ വേദിയിലേക്ക് വരും. നിയമവിരുദ്ധമായ ഈ ജീവിതം അത് നിയമവിധേയമാക്കാതെയാണ് പരലോക കോടതിയിൽ നമ്മൾ ഹാജരാകുന്നത് എങ്കിൽ യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, അവിടെ വെച്ച് മനുഷ്യൻ പറയൽ യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, എൻ്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ കാലേ കൂട്ടി വല്ല നന്മയും ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന് പരിതപിച്ചുകൊണ്ടുള്ള വിലപ്പോകാത്ത വിലാപം കൊണ്ടുള്ളതായ അവസ്ഥയിലായിരിക്കും. ക്രമരഹിതമായ നിയമവിരുദ്ധമായ നമ്മളുടെ ജീവിതത്തെ ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്, അത് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മാന്യന്മാരായ മലക്കുകൾ നമുക്ക് വേണ്ടി ഒരു കർമ്മരേഖ തയ്യാറാക്കുകയും ആ കർമ്മരേഖ ചുമലിലേറ്റിയാണ് നമ്മൾ പരലോക കോടതിയിലേക്ക് പോവുകയും ചെയ്യുന്നത്. നമ്മളുടെ നിയമവിരുദ്ധമായി ജീവിതത്തെ നന്നാക്കാതെ ശരിപ്പെടുത്താതെ നമ്മൾ പരലോക കോടതിയിലെത്തിയാൽ കർമ്മരേഖ നമ്മുടെ ഇടത് കൈയിലാണ് നൽകപ്പെടുക. കർമ്മരേഖ ഇടത് കൈയിൽ നൽകപ്പെട്ടാൽ ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ, മനുഷ്യൻ അവിടെ വെച്ച് പറയും, എൻ്റെ കർമ്മരേഖ എനിക്ക് നൽകപ്പെടാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. വലം അദ്രി മാ ഹിസാബിയ, എൻ്റെ വിചാരണ ഞാൻ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, മരണത്തോടുകൂടി എല്ലാം ഒടുങ്ങിയിരുന്നുവെങ്കിൽ, അവസാനിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. മാ അഗ്ന അന്നി മാലിയ, എൻ്റെ സ്വത്ത് എനിക്കൊരിക്കലും ഉപകരിച്ചില്ല. ഹലക അന്നി സുൽത്താനിയ, എൻ്റെ ആധിപത്യവും കഴിവും പ്രമാണവും അതെല്ലാം എന്നെ തൊട്ട് നശിച്ചു പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ വിരൽ കടിക്കുന്ന, അവിടെ പരിതപിക്കുന്ന, അവിടെ വിലപ്പോകാത്ത വിലാപങ്ങൾ നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം അതായിരിക്കും മനുഷ്യർക്കുണ്ടാവുക. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളോട് ഉണർത്തപ്പെട്ടത്, നമുക്ക് അള്ളാഹു നിശ്ചയിച്ചതായി ഈ ദുനിയാവിലെ ഈ പുരുഷായുസിൽ നമ്മൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയരായി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മാനിച്ച് അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടകന്ന് ഒരു കൃത്യമായ ജീവിതം നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഒരിക്കലും വീഴ്ച വരുത്തുവാനോ അമാന്തിക്കുവാനോ ആ നമ്മളുടെ ക്രമരഹിതമായ ജീവിതത്തെ നന്നാക്കുന്നതിൽ നമ്മൾ അലസരാകാനോ ഒരിക്കലും പാടുള്ളതല്ല. മരണത്തിന് ശേഷം അതിനപ്പുറം മൻ അമില സയ്യിഅതൻ ഫലാ യുജ്സാ മിസ്ലഹ, തിന്മ ചെയ്തവർക്ക് തിന്മക്കനുകൂലമായ പ്രതിഫലമാണ് അവിടെയുള്ളത്. വമൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, ആണാകട്ടെ പെണ്ണാകട്ടെ വിശ്വാസിയായി സുഹൃതം പ്രവർത്തിച്ചവന് അവർക്കാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനാവുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നന്നാക്കി ശരിയാക്കി ക്രമപ്പെടുത്തി ജീവിച്ചാൽ നമുക്കവിടെ സ്വർഗമുണ്ട്. ഇവിടെ നമ്മൾ നിയമവിധേയരാകാതെ ക്രമക്കേടിൽ തെറ്റുകുറ്റങ്ങളിൽ ജീവിച്ചാൽ
അവിടെ ആ തെറ്റുകുറ്റങ്ങൾക്കുള്ള ശിക്ഷയും അതിനുള്ള കൃത്യമായ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് അതാണ് ഉണ്ടാവുക. അതുകൊണ്ട് ആ ഒരു വേദി അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് ഇവിടെ നമുക്ക് അനുവദിക്കപ്പെട്ടതായ ഈ സമയത്തിൽ നമ്മൾ നമ്മുടെ അവസ്ഥകളെ നന്നാക്കുക. അതൊരിക്കലും നമ്മൾ നീട്ടിവെക്കുന്ന നാളേക്ക് അല്ലെങ്കിൽ ഇനി ഒരു ഭാവിയിലേക്ക് നീട്ടിവെക്കുക എന്നുള്ളത് ഉണ്ടാകാൻ പാടുള്ളതല്ല. അവസ്ഥകളെ നന്നാക്കേണ്ടത്, നമ്മുടെ നിയമവിരുദ്ധ ജീവിതത്തെ നമ്മൾ ശരിപ്പെടുത്തേണ്ടത് നമുക്ക് അനുവദിക്കപ്പെട്ടതായ ഈ പുരുഷായുസിൽ പെട്ടെന്നാണ്. ഒരിക്കലും അത് നീട്ടിവെക്കരുത്. കാരണം സമയം കഴിഞ്ഞാൽ പിന്നീട് ഒരു മടക്കമോ പിന്നീട് നന്നാക്കുവാനും ശരിപ്പെടുത്തുവാനും ഒരവസരമോ നമുക്കില്ല എന്നുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതി അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ് വഅകും മിനസ് സ്വാലിഹീൻ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. അല്ലാഹു പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ, അല്ലാഹുവിനുള്ള ദിക്റിൽ നിന്ന് വിശ്വാസികളെ നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സന്തതികളും ഒരിക്കലും നിങ്ങളെ അശ്രദ്ധയിൽ, അലസതയിൽ, ഓർമ്മക്കേടിൽ അകപ്പെടുത്താൻ പാടുള്ളതല്ല. സമ്പത്ത്, സന്തതി, അള്ളാഹുവിനുള്ള ദിക്റിൽ നിന്ന് അള്ളാഹുവെ സ്മരിക്കുന്നതിന് മനുഷ്യന് തടയാകുന്ന, പലപ്പോഴും മനുഷ്യർക്ക് കൂച്ചുവിലങ്ങാകുന്ന രണ്ട് കാര്യങ്ങളുമാണ് സന്തതികൾ, സമ്പത്ത്. അള്ളാഹു ഉണർത്തുന്നത് ഇതൊരിക്കലും അള്ളാഹുവിനുള്ള ദിക്റിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധയിൽ അകപ്പെടുത്താൻ പാടുള്ളതല്ല. വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ഒരാളുടെ സമ്പത്ത് ഒരാൾക്ക് അള്ളാഹുവിനുള്ള സ്മരണയിൽ നിന്ന്, അള്ളാഹുവിനുള്ള ദിക്റിൽ നിന്ന് വിഘ്നമാവുകയാണ് എങ്കിൽ അയാൾ മഹാനഷ്ടക്കാരനാണ്. ഒരാളുടെ സന്തതി ഒരാൾക്ക് അള്ളാഹുവിനുള്ള ദിക്റിൽ നിന്ന് തടസ്സമാവുകയാണ് എങ്കിൽ, അശ്രദ്ധമാക്കുകയാണ് എങ്കിൽ അയാളും ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, വലിയ നഷ്ടക്കാരനാണ്. വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതി അഹദകുമുൽ മൗത്ത്. നിങ്ങളിൽ ഒരാൾക്ക് മരണം വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നാം ഉപജീവനമായി നൽകിയതിൽ നിങ്ങൾ ചെലവഴിക്കുക. അള്ളാഹു റിസ്കേകിയതിൽ നിന്ന്, അള്ളാഹു അരുളിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. എപ്പോ? മിൻ ഖബ്ലി അൻ യഅതി അഹദകുമുൽ മൗത്ത്, മരണം നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ്. കാരണം മരണമാണ് നമ്മളുടെ ക്രമരഹിതമായ പ്രവർത്തനങ്ങളെ, നിയമവിരുദ്ധമായ ജീവിതത്തെ നന്നാക്കുവാനുള്ള അവസാനത്തെ സമയം. മുഹറം പിറന്നാൽ എന്ന് പറയല്ലേ, ആ പിറക്കാൻ പോകുന്ന മുഹറം അള്ളാഹുവുമായുള്ള ബന്ധത്തിൽ അത് മരണമാണ്. മരണം വന്നാൽ പിന്നെ നന്നാക്കലില്ല, ശരിപ്പെടുത്തലില്ല, നിയമവിധേയമാക്കലുമില്ല. അതിനു മുമ്പാണ് ഇതെല്ലാം ശരിപ്പെടുത്തേണ്ടത്. അതിൽ സമ്പത്തിൽ പലപ്പോഴും മനുഷ്യർ പരാജിതരാണ്. സമ്പത്ത് അത് ശുദ്ധമാക്കുന്നതിൽ, സമ്പത്തിലുള്ള അവകാശങ്ങൾ മനുഷ്യർ നൽകുന്നതിൽ പലപ്പോഴും മനുഷ്യർ പരാജിതരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം പ്രത്യേകം എടുത്ത് പറയാണ്, വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതി അഹദകുമുൽ മൗത്ത്. ഇബ്നു മസ്ഊദിൽ നിന്നുള്ള ഹദീസ് നമ്മൾ കേട്ടു. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? തിരുനബി പറയുകയാണ് സഹാബത്തിനോട്, അയ്യുക്കും അഹബ്ബു ഇലൈഹി മാലുഹു മിൻ മാലി വാരിസിഹി. ഒരാൾക്ക് അയാളുടെ സ്വത്തുണ്ട്, അതേപോലെ അനന്തരാവകാശിയുടെ സ്വത്തുണ്ട്. ഒരാളുടെ സ്വത്തുണ്ട്, അനന്തരാവകാശിയുടെ സ്വത്തുണ്ട്. ഇതിൽ നിങ്ങളിൽ ആർക്കാണ് സ്വന്തം സ്വത്തിനോട് ഏറെ ഇഷ്ടമുള്ളത്? ഇതാണ് തിരുനബിയുടെ ചോദ്യം. സ്വന്തം സ്വത്തിനോട് ഏറെ ഇഷ്ടമുള്ളത് ആർക്കാണ്? അപ്പൊ സഹാബത്ത് പറയേണ്ട എല്ലാവർക്കും സ്വന്തം സ്വത്തിനോടല്ലേ റസൂലെ ഇഷ്ടം? സ്വന്തം സ്വത്തിനോടാണ് എല്ലാവർക്കും ഇഷ്ടം, മറ്റൊരാളുടെ സ്വത്തിനോടല്ല. അനന്തരാവകാശിക്ക് സ്വത്തുണ്ടെങ്കിൽ അതിനേക്കാൾ സ്വന്തം സ്വത്തിനോടാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫഅമ്മാ മാലുഹു ഫമാ ഖദ്ദം വഅമ്മാ മാലു വാരിസിഹി ഫമാ അഖർ. എങ്കിൽ ഒരാളുടെ സ്വത്ത് മനസ്സിലാക്കിക്കോളയും, അയാൾ കാലേ കൂട്ടി തനിക്ക് വേണ്ടി ചെയ്തതാണ്. സ്വന്തം സ്വത്തിൽ നിന്ന് അയാൾ സകാത്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് അയാളുടെ സ്വത്താണ്. അയാൾ ദാനധർമ്മങ്ങൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ സ്വത്താണ്. എന്നാൽ അയാളുടെ സ്വത്തിൽ നിന്ന് തന്നെ അയാൾ ചെലവഴിക്കാതെ എടുത്തു വെച്ചിട്ടുണ്ട് എങ്കിൽ, ദാനധർമ്മങ്ങൾ നിർവഹിക്കാതെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വത്ത് അനന്തരാവകാശികളുടെ സ്വത്താണ്. അപ്പോ അയാളുടെ സ്വത്ത് എന്ന് പറഞ്ഞതും അനന്തരാവകാശികളുടെ സ്വത്ത് എന്ന് പറഞ്ഞതും യഥാർത്ഥത്തിൽ അയാളുടെ സ്വത്താണ്. പക്ഷെ അയാളുടേതെന്ന് അയാൾക്ക് ഉറപ്പിക്കാവുന്നത് അയാൾ ചെലവഴിച്ചതാണ്.
എന്നാൽ അയാൾ ചെലവഴിക്കാതെ എടുത്തു വെച്ചത് അത് അയാളുടേതല്ല, അത് അനന്തരാവകാശികളുടെ സ്വത്താണ്. അതുകൊണ്ട് തിരുനബി പഠിപ്പിക്കുന്നത് സ്വന്തം സ്വത്തിനോട് നിങ്ങൾക്ക് കൂറുണ്ടാവണം. അതിനോടാണല്ലോ നിങ്ങൾക്കിഷ്ടം. സ്വന്തം സ്വത്താകണമെങ്കിൽ അതിൽ നിങ്ങൾ ദാനധർമ്മങ്ങൾ നിർവഹിക്കണം, സദഖകൾ നിർവഹിക്കണം, അതിൽ നിങ്ങൾ പുണ്യം പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ഇവിടെ അള്ളാഹു പറയുന്നത് നിങ്ങൾ ഒരാൾക്ക് മരണം വരുന്നതിന് മുമ്പ് നിങ്ങൾ അള്ളാഹു റിസ്ക് ആക്കിയതിൽ നിങ്ങൾ ചെലവഴിക്കുക. ഫയഖൂൽ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. പടച്ചതമ്പുരാൻ അരുളിയ സമയം തീരുകയാണ് മരണത്തോടു കൂടി. ആ മരണസമയം വന്നാൽ ഒരാൾ പറയും, പടച്ചോനെ അല്പം ഒന്ന് പിന്തിപ്പിക്ക്. ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരടുത്ത അവധി സമയം തന്നാ മതി, ഞാൻ എൻ്റെ അവസ്ഥകളെ നന്നാക്കാം, നിയമവിരുദ്ധമായത് ഞാൻ നിയമവിധേയമാക്കാം, ക്രമക്കേടുകളെ ഞാൻ പരിഹരിക്കാം എന്ന് അപ്പൊ പറഞ്ഞാൽ എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? വലൻ യുഅഖിറല്ലാഹു നഫ്സൻ, ഒരു നഫ്സിനെയും അല്ലാഹു പിന്തിപ്പിക്കുകയില്ല. ഇദാ ജാഅ അജലുഹ, അതിന്റെ മരണത്തീയതി വന്നെത്തിയാൽ. വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ത് എന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അല്ലാഹു. അതുകൊണ്ട് തന്നെ അല്ലാഹു ഒരിക്കലും ഒരാളുടെയും മരണസമയം അതിനെ പിന്തിപ്പിച്ചു കൊടുക്കുന്ന വിഷയമേ ഇല്ല. വലികുല്ലി ഉമ്മത്തിൻ അജൽ, എല്ലാവർക്കും ഒരു മരണത്തീയതി, മരണസമയമുണ്ട്. ഫൈദാ ജാ അജലുഹ ലാ യസ്തഖ്ദിമൂന സഅത വലാ യസ്തഅഖിറൂൻ. ആ മരണത്തീയതി വന്നാൽ അണു അളവ് മുന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ അണു അളവ് അതിനെ പിന്തിപ്പിക്കുന്ന അവസ്ഥയല്ല. കൃത്യമായി മരണസമയം ഓരോരുത്തരുടെയും അടുക്കൽ വന്നെത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്, നമ്മൾ അനുസ്മരിക്കപ്പെടുന്നത്, നമ്മൾ ഈ പുരുഷായുസിൽ അള്ളാഹുവിന് മുമ്പിൽ എത്രമാത്രം തെറ്റുകുറ്റങ്ങളിലും പാപങ്ങളിലും കഴിയുന്നവരാണ്. അള്ളാഹുവിന് നൽകേണ്ടതായ അവകാശങ്ങളിൽ നമ്മളിൽ നിന്ന് എത്ര നിയമവിരുദ്ധമായ നിലപാടുകൾ ഉണ്ടായി. അള്ളാഹുവിന് നിർവഹിക്കേണ്ടതായ നിർബന്ധ ബാധ്യതകളിൽ പോലും നമ്മളിൽ നിന്ന് എത്ര ക്രമക്കേടുകൾ ഉണ്ടായി. അള്ളാഹു നിശ്ചയിച്ചതായ അവകാശങ്ങൾ പടപ്പുകൾക്ക് നേരെ ഏറെയാണ്. ആ അവകാശങ്ങൾ നമ്മൾ എത്ര ഹനിക്കുകയുണ്ടായി, എത്ര അന്യായങ്ങൾ അതിൽ നമ്മൾ പ്രവർത്തിക്കുകയുണ്ടായി. നമ്മളിൽ നിന്ന് വന്നു പോയ സ്വഭാവ ദൂഷ്യങ്ങൾ, നമ്മളിൽ നിന്ന് വന്ന മോശമായ വാക്കുകൾ, പ്രവൃത്തികൾ, ചീത്തയായ പെരുമാറ്റങ്ങൾ, ഇങ്ങനെ എത്രയെത്ര നിയമവിരുദ്ധമായ പ്രവൃത്തികളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ നിയമവിരുദ്ധ ജീവിതത്തെ നിയമവിധേയമാക്കേണ്ട, അതിൽ ഒരു ക്രമവും ചിട്ടയും നമ്മൾ വരുത്തേണ്ട ഒരു വേദിയിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. ഈ ഒരു സമയം നമ്മളത് ശരിപ്പെടുത്തി അങ്ങനെ നമ്മൾ മലക്കുൽ മൗത്തിനെ സ്വീകരിക്കുന്ന ഒരു ഭാവി നമുക്കുണ്ടാക്കണം എന്ന ഒരു വസീയത്താണ് നമ്മൾ ഈ ഖുത്ബയിൽ ശ്രവിക്കുകയുണ്ടായത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിൻ്റെ തൗഫീഖേക്ക് റബ്ബ് നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പുരുഷായുസിൽ അവൻ്റെ റഹ്മത്തും ബർക്കത്തും നമ്മളിൽ ചൊരിയുമാറാവട്ടെ. അള്ളാഹു നമ്മളെ എവിടെയായാലും അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്തേക്ക് നമ്മളെ ആദരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലെ നമ്മുടെ സമയങ്ങളിൽ റബ്ബിന് നമ്മളിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം നമ്മുടെ അവസാനത്തെ സമയമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ദുനിയാവിലെ കർമ്മങ്ങളിൽ അള്ളാഹു ഏറെ പ്രീതിപ്പെടുന്ന കർമ്മം നമ്മുടെ അവസാനത്തെ കർമ്മമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അവർക്കും നമുക്കും അള്ളാഹു ഏറ്റി നൽകി അള്ളാഹു നമ്മയും അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണം വരിച്ച് പരലോകയാത്രയിലായവരുടെ കബറിടങ്ങളെ അള്ളാഹു അവൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ പാർശ്വങ്ങളിൽ അള്ളാഹു കബറിടങ്ങളെ അവർക്ക് വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ആ ഇരുട്ടിൻ്റെ ഭവനങ്ങളിൽ അള്ളാഹു അവൻ്റെ പ്രകാശവും അള്ളാഹുവിൻ്റെ നിർഭയത്വവും നൽകി അള്ളാഹു അവരെ ആദരിക്കുമാറാവട്ടെ.
ഈ ദുനിയാവിൻ്റെ കോണിൽ അള്ളാഹു ആ മഹത്തുക്കളെയും നമ്മളെയും കണ്ണി ചേർത്തതുപോലെ അവൻ്റെ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ അള്ളാഹു നമ്മളെയും അവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളോട് കനിവ് കാണിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അള്ളാഹു അവൻ്റെ മഗ്ഫിറത്തും മർഹമത്ത് നൽകി അള്ളാഹു അവരെ ആദരിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളിൽ വഴികേടിൽ കഴിയുന്നവർ അള്ളാഹു ഹിദായത്തിൽ വഴി നടത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇണകളിലും മക്കളിലും നമുക്കെല്ലാവർക്കും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.